ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിപ്പണിയാരമാണ്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിന് നമ്മൾക്ക് ബാക്കി വന്ന ദോശമാവാണ് വേണ്ടത്. ശരിക്കും ദോശമാവ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലത്തെ കുഴിപ്പണിയാരം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. അതിന് ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിക്കാം. പിന്നെ 1/4 ടീസ്പൂണോളം കടുക് ഇടുക. അത് പൊട്ടുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇടുക. പിന്നെ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതും കൂടെ വേണം. എന്നിട്ടൊന്ന് വറുത്തെടുക്കുക. കടലപ്പരിപ്പിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾക്കിതിലോട്ട് കറിവേപ്പില ഇടാം. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു സവാളയും കൂടെ, മീഡിയം സൈസിലുള്ള സവാളയാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ, സവാളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി നമ്മൾക്ക്, കാരണം മാവിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടൊന്ന് ഇത് ട്രാൻസ്പെറൻറ്റ് ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് വഴറ്റിയിട്ടുണ്ട്, നല്ല ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ. ഇനി ഇതാണ് മാവ്, ദോശമാവാണ്. ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, മസാല ദോശയുടെ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന മാവ് കൊണ്ടാണ് നമ്മൾ ശരിക്കും പണിയാരം ഉണ്ടാക്കേണ്ടത്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് പുളിച്ച മാവാണ്. അപ്പം അതിലോട്ട് നമ്മളിനി ഇത് തണുത്തതിന് ശേഷമാണ് ഈ ഉള്ളിയും എല്ലാം കൂടെ ഇടേണ്ടത്. ചൂടോടെ ഇടരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതേ അടുപ്പത്ത് ഉണ്ണിയപ്പത്തിൻ്റെ പാൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. ഇത്തിരി ഒഴിച്ചാൽ മതി. ഞാനിപ്പം ഇവിടെ ഒഴിച്ചിരിക്കുന്നത് അത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് കൂടുതൽ ഒഴിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ പാൻ കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ എങ്ങാനും ഇനി എണ്ണ കുറഞ്ഞിട്ട് ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾക്ക് എല്ലാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടാം. ആദ്യത്തെ ഒരെണ്ണം തിരിച്ചിട്ട് നോക്കിയിട്ട് അത് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതേപോലെ തന്നെ മറിച്ചിടുക ചെയ്യേണ്ടത്. ഇതുപോലെ കത്തിയോ അല്ലെങ്കിൽ ഒരു നീളത്തിലുള്ള കോല് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇനി 2 സൈഡും അതേപോലെ തന്നെ നന്നായിട്ട് വേവണം. ടൂത്ത് പിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്നിങ്ങനെ കേക്കൊക്കെ കുത്തി നോക്കുന്നത് പോലെ കുത്തി നോക്കാം. നമ്മൾക്കപ്പം ഉള്ളിൽ മാവൊന്നും ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾക്കതെല്ലാം എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചെടുക്കുകയാണ്. അപ്പം 2ാമത്തെ ട്രിപ്പും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നല്ല തക്കാളി ചട്നി, മുളക് ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.